നമസ്തേ. ടാരോ ടോക്ക് വിത്ത് അനിത എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ്, നിങ്ങളോട് യൂണിവേഴ്സ് എന്താ പറയുന്നത്, നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷിക്കാം, ഇങ്ങനെയുള്ളൊരു കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കറണ്ട് എനർജി ചോദിച്ചപ്പോൾ 4 ഓഫ് സോഡ്സ് എന്ന് പറഞ്ഞൊരു കാർഡാണ്. 4 ഓഫ് സോഡ്സിൽ കാണുന്നത് എന്താ, നിങ്ങൾ കുറച്ച് വിശ്രമിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നത്തിലൊരു സെറ്റ് ബാക്ക് ഉണ്ടായപ്പോൾ അടുത്തത് എന്ത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയിട്ട് നിങ്ങൾ വിശ്രമിക്കുകയാണ്. ഇനി അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ ആവാം. എല്ലാത്തിൽ നിന്നും വിട്ട് നിന്നിട്ട് കുറച്ച് ശാന്തമായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ വീക്ഷിക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വേണ്ടേ എന്നുള്ളൊരു ആലോചനയാണ് കാണുന്നത്. ഇത് യൂണിവേഴ്സ് എന്താ നിങ്ങളോട് പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ 8 ഓഫ് വാണ്ട്സ് എന്ന് പറഞ്ഞ കാർഡാണ്. 8 ഓഫ് വാണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഡറിലാക്കുക. നിങ്ങളുടെ അടുത്തത് എന്ത് ചെയ്യുമ്പോഴും നിങ്ങളതൊരു സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ ഒരു റാപ്പിഡ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ, അതായത് പെട്ടെന്ന് ദ്രുതഗതിയിൽ ചെയ്യുക, വേഗത്തിൽ ചെയ്യുക എന്നുള്ളൊരു രീതിയിലാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഇപ്പോൾ ഇതിനെ റെസനേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങളിപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യണം, എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളതിൽ ഒരു റാപ്പിഡ് ആക്ഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് അത് ഓർഡറിലാക്കുക എന്നാണ് പറയുന്നത്. എന്ത് പ്രതീക്ഷിക്കാം എന്ന് ചോദിച്ചപ്പോൾ 5 ഓഫ് സോഡ്സ് ആണ് കാണുന്നത്. 5 ഓഫ് സോഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ 4th സ്റ്റേജിൽ ഇത് കഴിഞ്ഞു, നിങ്ങൾ റാപ്പിഡ് ആക്ഷൻ, പക്ഷേ നിങ്ങൾ ആക്ഷനിലേക്ക് കടക്കുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാവാം. നിങ്ങളൊന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആക്ഷൻ ഓറിയൻറ്റഡ് ആണെന്ന് കാണുമ്പോൾ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് പലതും തടസ്സപ്പെടുത്താൻ നോക്കും. നിങ്ങളെങ്ങാനും ഉയർന്നു പോയാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഇതെല്ലാം അപരിചിതരൊന്നുമല്ല, നിങ്ങൾക്ക് പരിചിതരായ ആളുകൾ തന്നെയാണ്. അവർ നിങ്ങളുടെ ഈ പ്രവൃത്തിയെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളെ മാനസികമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ പ്രവൃത്തിയിൽ തടസ്സം ചെയ്യാൻ നോക്കും. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ സ്റ്റേജ് എത്തുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് തന്നെ പോകണം. അതാണ് ഇന്നത്തെ എനർജി ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ചെയ്യുന്നവർ 888 ഐ ക്ലെയിം ദിസ് എനർജി എന്ന് പറഞ്ഞൊരു കമൻ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജീവിതത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കണോ, എന്തെങ്കിലും ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, അങ്ങനെ സംശയത്തിൽ നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.